എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 89 ശ്ലോകം 8 മുതൽ 19 വരെ 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ത്രിമൂർത്തികളിൽ ആരാണ് മഹാത്മ്യമേറിയ എന്ന് അന്വേഷിച്ചറിയാനായിട്ടുള്ള ഭൃഗു മഹർഷി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് കോപിച്ചു. മഹാദേവന്റെ അടുത്ത് ചെന്നു. മഹാദേവൻ കോപിച്ചു. ഉറങ്ങി. ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ടു. തന്നെ മാനിച്ചില്ല എന്നുള്ളൊരു ഭാവത്തില് അതെ ഭഗവാന് ചവിട്ടുകയാണ് ഭൃഗു മഹർഷി. പെട്ടെന്ന് പിടഞ്ഞെണീട്ടതാ ഭഗവാൻ ഒട്ടും ദേഷ്യപ്പെടാതെ പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ എഴുന്നേറ്റതാ മുനിയെ വന്ദിച്ച് പറയുന്നു: ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ശയാനം ശ്രിയ ഉത്സംഗേ പദാവക്ഷസ്യ താടയൽ തത ഉത്ഥായ ഭഗവാൻ സഹലക്ഷ്മ്യാ സതം ഗതി. ശ്രീദേവിയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുന്ന ഭഗവാന്റെ മാറില് ഭൃഗു മഹർഷി കാൽ കൊണ്ട് ചവിട്ടി. ഉടനെ സുഹൃത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായി ഭവിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ ലക്ഷ്മി ദേവിയോടുകൂടി എഴുന്നേറ്റ് സ്വതൽപാദവരുഹ്യാഥ നാമശിരസാമുനിം ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദാത്രാസനേക്ഷണം അജാനദാമാഗതാൻവന്തുമർഹത ന പ്രഭു. ഉടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുനിയെ ദണ്ഡ നമസ്കാരം ചെയ്ത് ഇങ്ങനെ പറയാണ്: ഹേ ബ്രഹ്മൻ, അങ്ങയ്ക്ക് സ്വാഗതം. ഈ സിംഹാസനത്തിൽ അല്പനേരം ഇരുന്ന് വിശ്രമിച്ചോളൂ. ഹേ പ്രഭു, അങ്ങയുടെ വരവിനെ അറിയാതിരുന്ന ഞങ്ങളുടെ അപരാധത്തെ ക്ഷമിക്കണേ. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനെ ഇത്യുക്താ വിപ്രചരണൗ മർദ്ദയൻ സ്വേന പാണിന. ഹേ താത, ഹേ മഹാമുനെ, അങ്ങയുടെ പാദങ്ങൾ ഏറ്റവും മൃദുലങ്ങളാകുന്നുവല്ലോ. വേദനിച്ചില്ലയോ? അങ്ങക്ക് വേദനിച്ചുവോ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണ പാദങ്ങൾ സ്വന്തം കൈകൊണ്ട് അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക ഭഗവാൻ. പുനീഹി സകലോകം മാം ലോകപാലാംശ്ച മൽഗതാൻ പാദോദകേന ഭവത തീർത്ഥാനാം തീർത്ഥകാരിണാം. ഹേ ഭഗവൻ, ഗംഗാദികളായ തീർത്ഥങ്ങൾക്കും പരിശുദ്ധി ഉണ്ടാക്കി തീർക്കുന്ന അങ്ങയുടെ കാൽ കഴുകിയവൻ ഈ ജലം കൊണ്ട് എന്നെയും എന്നിലിരിക്കുന്ന സകല ലോകങ്ങളെയും ലോകപാലന്മാരെയും പരിശുദ്ധമാക്കണമേ. അദ്യാഹം ഭഗവൻ ലക്ഷ്മ്യ ആസമേകാന്തഭാജനം വത്സ്യത്യുരസി മേ ഭൂതി ഭവൽപാദഹതാം. ഹേ ഭഗവൻ, ഇപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ ഏകാന്തഭാജനമായി ഭവിച്ചു. ലക്ഷ്മി ഇനി എന്നെ ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തും പോവില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പാദസ്പർശം എനിക്ക് സിദ്ധിച്ചത് കൊണ്ട് എന്റെ പാപം എല്ലാം നശിച്ചു. ലക്ഷ്മി എന്റെ മാറിൽ അങ്ങയുടെ ഈ പാദസ്പർശം ഉണ്ടായ സ്ഥലത്തില് നിത്യവും വസിക്കും. ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്: ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുസ്തന്മന്ത്രയാഗിര നിർവൃതസ്തർപ്പിതസ്തൂഷ്ണീം ഉത്കണ്ഠോശ്രുലോചന. വൈകുണ്ഠ ലോകനാഥനായ ശ്രീനാരായണൻ മേഘഗംഭീരമായ വാക്കുകൊണ്ട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ആനന്ദഭരിതനും സംതൃപ്തനുമായ ഭൃഗു മഹർഷി കൊണ്ട് ഉത്കണ്ഠയോടുകൂടിയവനായിട്ട് ആനന്ദജലം നേത്രങ്ങളിൽ നിറഞ്ഞതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ ശക്തനല്ലാതെ മിണ്ടാതിരുന്നു. തൊണ്ട ഗൽഗതം കൊണ്ട് ഭൃഗു മഹർഷിക്ക് ഒന്നും മിണ്ടാൻ പറ്റണില്ല. പുനശ്ച സത്രമാവ്രജ്യ മുനീനാം ബ്രഹ്മവാദിനാം സ്വാനുഭൂതമശേഷേണ രാജൻ ഭൃഗു അവർണ്ണയൻ. ശുഖബ്രഹ്മർഷി പറയാണ്: ഹേ രാജാവേ, പിന്നെ വേദോച്ചാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനികളുടെ സത്രത്തെ പ്രാപിച്ച് ഭൃഗു തനിക്കുണ്ടായ അനുഭവം മുഴുവനും അവരോട് വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. തന്നിശമ്യാഥ മുനയോ വിസ്മിതാ മുക്ത സംശയാ ഭൂയാംസം ശ്രദ്ധധുർവിഷ്ണു യതശാന്തിർയതോ ഭയം. ഭൃഗു മഹർഷി പറഞ്ഞ വിവരം കേട്ട മഹർഷിമാര് അപരാധം ചെയ്തത് അനുഭവിച്ചു
അനുഭവിച്ചും കൊണ്ട് നിർവികാരനായിരുന്നു എന്നറിഞ്ഞതിനാൽ ആശ്ചര്യയുക്തന്മാരും സംശയം തീർന്നവരുമായിട്ട് ത്രിമൂർത്തികളിൽ വെച്ച് വിഷ്ണു തന്നെ ആത്മമേറിയ ദേവൻ എന്ന് നിശ്ചയിച്ചു. എന്തുകൊണ്ടെന്നാൽ പരമശാന്തിയും രക്ഷയും വിഷ്ണുവിൽ നിന്നു തന്നെയേ സിദ്ധിക്കുള്ളൂ എന്നും അവര് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കി. ധർമ്മ സാക്ഷാൽയതോ ജ്ഞാനം വൈരാഗ്യം ച തദന്വിതം ഐശ്വര്യം ചാഷ്ടധായസ്മാത് യശശ്ചാത്മാപലാപകം. യാതൊരുത്തിൽ നിന്ന് ധർമ്മം പ്രവർത്തിക്കപ്പെടുന്നുവോ സാക്ഷാത്കാരാത്മകമായിരിക്കുന്ന ജ്ഞാനവും അതോടുകൂടി തന്നെ വിഷയവൈരാഗ്യവും അണിമാദികളായ 8 വിധം ഐശ്വര്യങ്ങളും ശ്രവണ പാരായണാദികൾ കൊണ്ട് അന്ധക്കരണ ഫലത്തെ നശിപ്പിക്കുന്ന കീർത്തിയും യാതൊരുവനിൽ നിന്നുണ്ടാകുന്നുവോ അപ്രകാരം ഇരിക്കുന്ന വിഷ്ണു തന്നെ പുരുഷോത്തമൻ എന്ന് മുനിമാർക്ക് മനസ്സിലായി. മുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാം ഗതിം. പരദ്രോഹം തീരെ ഉപേക്ഷിച്ചും രാഗലോഭാദി വൃത്തികളെ മനസ്സിൽ നിന്ന് നിശേഷം പരിത്യജിച്ചും എങ്ങും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിൽ തന്നെ ചിത്തം ഉറപ്പിച്ചും യാതൊരു വിഷയങ്ങളെയും സുഖസ്ഥാനമായി സ്വീകരിക്കാതെയും സംസാര സന്തപ്തന്മാരെ ആ ദുഃഖ സമുദ്രത്തിൽ നിന്ന് കരയണയ്ക്കാൻ വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുനികളുടെ പരമമായ പ്രാപ്യസ്ഥാനമായി യാതൊരുവനെ വേദം ഘോഷിക്കുന്നുവോ ആ ശ്രീനാരായണൻ തന്നെ ആത്മ്യമേറിയവൻ എന്ന് മുനിമാര് ഉറപ്പിച്ചു. സത്വം യസ്യ പ്രിയാമൂർത്തി ബ്രാഹ്മണാസ്തിഷ്ഠദേവതാ ഭജന്ത്യനാശിഷശാന്ത യം വാ നിപുണബുദ്ധയ. യാതൊരുവൻ ശുദ്ധമായ സത്വത്തെ, രജസ്തമ സംബന്ധമില്ലാത്ത സത്വഗുണത്തെ പ്രിയമൂർത്തിയായി ധരിച്ചിരിക്കുന്നുവോ, യാതൊരുവൻ ബ്രാഹ്മണരെ ഇഷ്ടദേവതകളായി ഭജിക്കുന്നുവോ, യാതൊന്നിലും ആശയില്ലാത്തവരും ശാന്തഗുണയുക്തന്മാരുമായ വിവേകികൾ മറ്റെല്ലാ ദേവന്മാരെയും ഉപേക്ഷിച്ച് യാതൊരുവനെ ഭജിക്കുന്നുവോ ആ ശ്രീനാരായണൻ തന്നെ സർവഥാ ഭജനീയൻ എന്ന് മുനികൾ നിശ്ചയിച്ചു. ത്രിവിധാകൃതയസ്തസ്യ രാക്ഷസാ അസുരാസുരാഃ ഗുണിന്യാമായയാ സൃഷ്ടാഃ സത്വം തൽ തീർത്ഥസാധനം. കാണപ്പെടുന്ന സകല മൂർത്തികളും ആ ശ്രീനാരായണൻ തന്നെ ആകുന്നുവെങ്കിലും 3 വിധ മൂർത്തികള് പ്രധാനങ്ങള്. അവ തമോ ഗുണപ്രധാനങ്ങളായിരിക്കുന്ന രാക്ഷസമൂർത്തികള്, രജോ ഗുണപ്രധാനങ്ങളായിരിക്കുന്ന അസുരമൂർത്തികള്, സത്വഗുണപ്രധാനങ്ങളായിരിക്കുന്ന ദേവമൂർത്തികള്. ഇങ്ങനെ 3 വിധങ്ങളാവാൻ കാരണം എന്തെന്നാൽ ആ ഭഗവാന്റെ ശക്തിയായ മായയില് തമസ്, രജസ്, സത്വം എന്ന 3 ഗുണങ്ങളുണ്ട്. അപ്രകാരം ഇരിക്കുന്ന മായ നിമിത്തം ഉണ്ടാകുന്ന മൂർത്തികൾ ഉണ്ടാകുന്നത് അവയിൽ വെച്ച് സത്വഗുണം തന്നെ, അതായത് സത്വഗുണപ്രധാനമായിരിക്കുന്ന മൂർത്തി തന്നെ ഭജിക്കുന്നവരുടെ അന്ധക്കരണ ചാഞ്ചല്യം നശിപ്പിച്ച് മോക്ഷപ്രതിബന്ധങ്ങളായിരിക്കുന്ന പാപങ്ങളെ തീർത്ത് പരിശുദ്ധി ജനിപ്പിക്കുന്നത് എന്ന് നിശ്ചിതമാകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.